Hello friends, once again welcome back. Friends, അപ്പോൾ ഇത് നമ്മൾ ആംപ്ലിഫയർ അസംബ്ലിങ്ങിന്റെ ഫസ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാനുള്ള പാർട്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നോടി എനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഒരു ചെറിയ ആംപ്ലിഫയർ അല്ല. ഏകദേശം 500 മുതൽ 600 വാട്ട്സ് RMS വരെ തരാൻ ശേഷിയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആംപ്ലിഫയർ അല്ല. അതായത് ആംപ്ലിഫയേഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിനെ പറ്റിയ ബേസിക് നോളജ് ഇല്ലാത്തവർക്ക് ഇത് ഉണ്ടാക്കുന്നത് വളരെ റിസ്കിയാണ്. സോ ഫ്രണ്ട്സ്, അപ്പം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാരണമാണ് ഈ ഒരു ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തം. അതുപോലെ തന്നെ നമ്മളെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാനും ഇതേ ഇലക്ട്രിസിറ്റി തന്നെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിനെ പറ്റി ബേസിക് നോളജ് വേണം. അല്ലാത്തവർ ഒരു കാരണവശാലും ഇത് ട്രൈ ചെയ്തത്. മാത്രമല്ല, ഇതൊരു കിഡ്സിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല. നല്ലതുപോലെ തന്നെ ഇലക്ട്രോണിക്സിനെ പറ്റി അറിവുള്ളവർ മാത്രമേ ഇത് ട്രൈ ചെയ്യാവൂ. അല്ലാത്തവർ ട്രൈ ചെയ്ത് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ എനിക്കോ അല്ലെങ്കിൽ ഈ ചാനലിനോ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മളൊരു 5.2 ആംപ്ലിഫയർ അസംബ്ലിങ്ങിന്റെ വീഡിയോ ഇട്ടിരുന്നു. അതുപോലെയല്ല, ഇത് ഫുൾ സെക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് നോയ്സും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വളരെ സ്പഷ്ടമായിട്ട് ഞാനെല്ലാം പറഞ്ഞുതരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ നമ്മളിത് പാർട്സ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു ആഴ്ച കൊണ്ട് ഇതിന്റെ എല്ലാ പാർട്സ് വരാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്കറിയാം, ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കിയ വേണം, ഞാൻ തന്നെ വീഡിയോ എടുക്കണം. അപ്പോൾ അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ 1 വീക്കിൽ 1 വീഡിയോ അല്ലെങ്കിൽ 1 വീക്കിൽ 2 വീഡിയോ ഒക്കെ മാക്സിമം ഇതിനെ കുറിച്ച് വരത്തുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് വേറെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിന്റെ കൂടെ തന്നെ വരികയും ചെയ്യും. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനിലേക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ. നമ്മൾ എടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ ഇതാണ്. 24/24 12 to 15 ആംപിയർ വരെ മാക്സിമം തരാൻ ശേഷിയുള്ളൊരു ട്രാൻസ്ഫോമറാണിത്. ഫുള്ള് കോപ്പറിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോമർ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നതല്ല. ഇത് പറഞ്ഞ് നമ്മുടെ ആവശ്യാനുസരണം വോൾട്ടേജ് ആംപിയറും കറക്റ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതിനകത്ത് ബാക്കി വന്നിരിക്കുന്ന വോൾട്ടേജ്, അതായത് റെസ്റ്റ് ഓഫ് ദ വോൾട്ടേജ് എന്ന് പറയുന്നത് 12 1 ആംപിയറിന് 2 ടാപ്പിംഗ്, അതുപോലെ തന്നെ പിന്നെ ഒരു 0 ഫാനിന് വേണ്ടി വരുന്ന ഒരു 1 ആംപിയർ ടാപ്പിംഗ്. ഇത്രയുമാണ് ഇതിനകത്ത് വോൾട്ടേജസ് സെക്കൻഡറി വോൾട്ടേജായിട്ട് വന്നിരിക്കുന്നത്. ഇത് നല്ല പവർഫുൾ ആയിട്ടൊരു ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം കോറിൻ്റെ ഏരിയ ഏകദേശം നമുക്കൊരു 3.5 ഇഞ്ച് കോർ ഏരിയയും അതുപോലെ തന്നെ കോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ഇഞ്ച് കോർ ഹൈറ്റ് ഉള്ള ഒരു 7.5 കിലോയോളം വെയിറ്റ് ഉള്ള ഒരു ട്രാൻസ്ഫോമറാണിത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയറിൻ്റെ ബോർഡ് ഏതാണോ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ വോൾട്ടേജ് ആംപിയറും കറക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്താണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മൾ TDS 7294 ICയുടെ 5 ചാനൽ ബോർഡും അതുപോലെ തന്നെ മോസറ്റിൻ്റെ 4 മോസറ്റ് ബോർഡാണ് നമ്മൾ സബ് വൂഫർ ആമ്പായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 24 വോൾട്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ TDS 7294 IC 27 വോൾട്ടിൽ 4 ohmസിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് ആവും. ഇതിനകത്തിപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് കാർ സ്പീക്കേഴ്സും അതുപോലെ തന്നെ 4 ohmസിൻ്റെ സബ് വൂഫറുമാണ്. അതുകൊണ്ടാണ് നമ്മൾ 24 വോൾട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഡയോഡിലേക്ക് പോകാം. നമ്മൾ എടുത്തിരിക്കുന്നത് 35 ആംപിയർ ബ്രിഡ്ജ് റെക്ടിഫയറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെപ്പോഴും 3 ബ്രിഡ്ജ് റെക്ടിഫയർ വാങ്ങിക്കാൻ നോക്കുക. ഇപ്പോൾ 35 ആംപിയർ KBPC 3510 എന്ന് പറയുന്ന മോഡലാണ്. ഇതിന് 2 ടൈപ്പ് വരുന്നുണ്ട്. ആ ലെഗിൻ്റെ ആ ഒരു സംഗതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്ലാറ്റ് ലെഗും അതുപോലെ തന്നെ നോർമൽ ലെഗും വരുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു MICയുടെ ആ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ മേടിക്കരുത്. സാധനം പക്ക ഡ്യൂപ്പാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടൊന്നും ഇത് കിട്ടത്തില്ലായിരുന്നു, ചൂടാവുകയും ചെയ്യും. അപ്പോൾ അടുത്തായി നമുക്ക് കപ്പാസിറ്ററിലേക്ക് പോകാം. കപ്പാസിറ്ററായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4750 വോൾട്ടിൻ്റെ 10 കപ്പാസിറ്ററാണ് നമ്മൾ ഈ ഒരു പവർ സപ്ലൈ സെക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 24/24 15 ആംപിയർ നമ്മൾ ഒറ്റ ഒരു സപ്ലൈ ആണ് സ്പീക്കറിനും സബിനും വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 4750 വോൾട്ടിൻ്റെ 10 കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് കപ്പാസിറ്റി കിട്ടുന്നത് 47,000 MFD ആണ് കപ്പാസിറ്റൻസ് കിട്ടുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ 10,000 MFD കപ്പാസിറ്റർ ഒഴിവാക്കി 4700 എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ കെൽട്രോൺ കപ്പാസിറ്റേഴ്സ് നല്ല ഒരു കപ്പാസിറ്റേഴ്സാണ്. നല്ല സ്റ്റോറേജ് ഉള്ളൊരു കപ്പാസിറ്ററാണ്. മാത്രമല്ല, നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ 7000 MFD എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ 10,000-ന് 4 എണ്ണമാണ് യൂസ് ചെയ്യാറുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ബാക്കിയുള്ള പവർ സപ്ലൈക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കമ്പോണൻസ്. ഇത് നമ്മുടെ റിമോട്ട് കിറ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന കമ്പോണൻ്റാണ്. 4700 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ. സിംഗിൾ സപ്ലൈ മതി. പിന്നെ നമുക്ക് ഡയോഡ് വേണം. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ, ഫാൻ, ഇതിലേക്കൊക്കെ വേണ്ടിയിട്ടും കൂടെ നമുക്ക് കപ്പാസിറ്ററും ഡയോഡും വേണം. അത് 220 UFൻ്റെ കപ്പാസിറ്റർ മതി നമുക്ക് ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ, ഫാനിനും ലൈറ്റിനും ഒക്കെ വേണ്ടിയിട്ട്.
സോ അതുകൂടെ നമ്മൾ എടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിനകത്ത് നമ്മൾ ബാക്ക് വശത്താണ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്വിച്ച് നോർമൽ സ്വിച്ചാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചാണ്. അടുത്തതായി നമുക്ക് AC സപ്ലൈക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു 3 പിൻ AC കോഡ് വയറാണ്. നിങ്ങളെപ്പോഴും 3 പിൻ AC കോഡ് വയർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ഇതിനകത്ത് ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോക്കറ്റും അതിൻ്റെ പ്ലഗിനും എല്ലാ കാര്യങ്ങളും വരുന്നത്. നമ്മൾ ആംപ്ലിഫയറിൻ്റെ ക്യാബിൻ അങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബാക്കിലെ ഡയൽ. സോ ഇത് തന്നെ കറക്റ്റ് മാച്ചാണ്. ഇതാണ് ഇതിൻ്റെ സോക്കറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സോക്കറ്റാണ്. നമ്മൾ ഇതിനു മുമ്പ് ആംപ്ലിഫയേഴ്സിനകത്ത് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ. G-Techൻ്റെ 5.1 ക്യാബിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം നമുക്ക് അവരെ നിന്ന് കിട്ടിയ ക്യാബിൻ അത്ര ക്വാളിറ്റി ഉള്ളൊരു ക്യാബിനല്ല. ക്വാളിറ്റിയല്ല, സാധനത്തിൻ്റെ സ്ട്രെങ്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെയിൻറ്റിങ് ക്വാളിറ്റി വളരെ മോശമായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഫ്രണ്ട് വശം ഞാൻ കാണിച്ചു തരാം. മൊത്തം റസ്റ്റായി. അപ്പോഴതിന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മൊത്തം സാൻഡ് ചെയ്ത് ഇളക്കി കളഞ്ഞ് രണ്ടാമത് റീപെയിൻറ്റ് ചെയ്യണം. റീപെയിൻറ്റ് ചെയ്തിട്ടേ നമ്മൾ ആംപ്ലിഫയർ ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിത് മൊത്തവും തുരുമ്പെടുത്ത് നശിച്ചു പോകും. കാര്യം ഇത്രയും വെയിറ്റുള്ള ട്രാൻസ്ഫോമറൊക്കെ ഇരിക്കുന്നതാണ്. രണ്ടാമത് നിങ്ങൾ പരമാവധി നിങ്ങൾ ഇതുപോലുള്ള എന്താ പറയുക, പെയിൻറ്റിങ് ഇല്ലാത്ത ക്യാബിനോ അല്ലെങ്കിൽ പെയിൻറ്റിങ് പ്രശ്നമുള്ള ക്യാബിന്, ഡിഫക്റ്റായിട്ട് വരുന്ന ക്യാബിനൊക്കെ ആണെങ്കിൽ രണ്ടാമത് പെയിൻറ്റ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ അടിഭാഗമാണിത്. അടിഭാഗത്ത് ലെവലേശം പെയിൻ്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം കിട്ടിയ ക്യാബിൻ പെയിൻറ്റിങ് വളരെ മോശമാണ്. നമ്മൾ രണ്ടാമത് 10-200 രൂപയ്ക്ക് അല്ലെങ്കിൽ 250 രൂപയ്ക്ക് മേടിച്ച് പെയിൻറ്റ് ചെയ്യേണ്ട അവസ്ഥ. നമ്മൾ ബാക്ക് വശം ഫുള്ള് കട്ട് ചെയ്ത് കളയും, ബാക്ക് വശം സെപ്പറേറ്റ് പാനലാണ് ചെയ്തേക്കുന്നത്. അടുത്തായിട്ട് നമുക്കിൻ്റെ ഹെഡ് യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാം. നേരത്തെ നമ്മൾ യൂട്യൂബിൽ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു റിമോട്ട് കിറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഇട്ടിട്ടുണ്ട്. 2 ഓപ്റ്റിക്കൽ, 2 കോയാക്സിൽ, ഒരു 5.1 ഇൻപുട്ട്, 2 ഓക്സ് ഇൻപുട്ട്, ഒരു USB ഇൻപുട്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഇൻപുട്ട്. ഇത്രയുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഫ്രണ്ട് പാനൽ ഇങ്ങനെ അല്ലായിരുന്നു, നമ്മളിത് ഇളക്കി മാറ്റിയതാണ്. ഫ്രണ്ടിലെ ആ ഒരു അക്രിലിക് ഷീറ്റ് നമ്മൾ ഇളക്കി മാറ്റി. ഇങ്ങനെ ഇളക്കി മാറ്റിയാൽ മാത്രമേ നമുക്കിത് നമ്മുടെ ഫ്രണ്ട് ഡയലിലോട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് നമ്മൾ ഇളക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ്. എല്ലാ ഫങ്ഷൻസും ഉണ്ട്. നോയ്സോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നല്ലൊരു പ്രൈസ് റേഞ്ച് കിട്ടുന്ന അടിപൊളിയൊരു റിമോട്ട് കിറ്റാണിത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. മറ്റുള്ള റിമോട്ട് കിറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള റിമോട്ടാണ്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു റിമോട്ട് കിറ്റാണ്. അടുത്തതായി നമുക്ക് ഇതിൻ്റെ പവർ ആംപ് ബോർഡ് നോക്കാം. ഇതാണ് നമ്മുടെ 5 ചാനൽ ബോർഡ്. G-Techൻ്റെ TDS7294 IC വെച്ച് വരുന്ന ഒരു 5 ചാനൽ ബോർഡാണിത്. നല്ലൊരു ബോർഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരിടത്ത് തന്നെ പവർ സപ്ലൈ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ ഔട്ട്പുട്ട് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇൻപുട്ട് സെക്ഷനും ഒരിടത്ത് തന്നെ ആക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ ഈസി ടു യൂസ് ആണ്. നമ്മൾ എല്ലായിടത്തും കൊണ്ട് ഓടി നടന്ന് ഇൻപുട്ട് കൊടുക്കേണ്ട ആവശ്യതയൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി IC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹീറ്റ് സിങ്ക് ആണ്. നമുക്കിപ്പം അത്യാവശ്യം നല്ല ഡബിൾ സൈഡ് ഫിൻസ് ഉള്ളൊരു ഹീറ്റ് സിങ്ക് ആണ്. സോ വളരെ ഹീറ്റ് ആവത്തുമില്ല. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് സബ്വൂഫർ ബോർഡിലേക്ക് പോകാം. സബ്വൂഫറിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 4 മോസ്ഫെറ്റ് ബോർഡാണ്. ഇതിപ്പോൾ PCB ആണ്. ഇതിനകത്ത് ബോർഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് മോസ്ഫെറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് അടുപ്പിച്ച് അവിടെ തന്നെ നമുക്ക് പവർ സപ്ലൈ വരുന്നുണ്ട്. ഇൻപുട്ട് ഇവിടെ, അതുപോലെ തന്നെ ഔട്ട്പുട്ടും ഒരിടത്ത് തന്നെ വരുന്നുണ്ട്. നോർമൽ നമ്മളൊരു സബ്വൂഫർ ബോർഡ് 4 മോസ്ഫെറ്റ് വരുന്ന എടുത്താൽ 2 സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കണം. പക്ഷേ ഇതിനകത്ത് ഒരിടത്ത് മാത്രമായിട്ട് പവർ സപ്ലൈ കൊടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. IRFP 250N നമുക്ക് 2 വേണം. അതുപോലെ തന്നെ IRFP 9240 അതിന് നമുക്ക് 2 വേണം. അതായത് മൊത്തത്തിൽ 4 മോസ്ഫെറ്റാണ് വേണ്ടുന്നത്. 4 നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ബോർഡിന് ഇനിയിപ്പോൾ നമുക്കൊരു ഹീറ്റ് സിങ്ക് വേണം. ഹീറ്റ് സിങ്ക് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആ ബോർഡിൻ്റെ അതേ അളവിനുള്ള ഹീറ്റ് സിങ്കാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫിൻസുള്ള ഹീറ്റ് സിങ്കാണ്, നല്ല ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ്കാണ്. ഇത്ര എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതേ കണക്ക് കട്ട് ചെയ്ത് അതിനകത്ത് പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഡൗൺ ഫയറിംഗ് ആയിട്ടാണ് നമ്മൾ ഫാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തണുക്കും. സോ ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ സൗകര്യം അതനുസരിച്ച് നമ്മൾ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എൻ്റെ 5.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ ഈ ഒരു ചാനൽ ചെയ്തിട്ടുള്ളതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3 സ്റ്റീരിയോ ചാനലായിട്ട് നമ്മൾ 6 ചാനൽ എടുത്തിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിലേ, മറ്റ് കാര്യങ്ങളും കമ്പോണൻസ് എല്ലാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിവിടെ തന്നെ നിർമ്മിച്ചൊരു ബോർഡാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കാം. ഈ പാനൽ ഞാൻ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ഈ ഒട്ടിപ്പിലനത്ത് ഇളക്കിയിട്ടില്ല, ആ സ്റ്റിക്കർ ഇളക്കിയിട്ടില്ല. ആ സ്റ്റിക്കർ ഒട്ടിച്ച സ്ഥലത്തും അതിൽ തന്നെ താഴെയും 2 മാറ്റി ഫിനിഷനാണ് വരുന്നത്. ഇതിപ്പം 3mm + 3mm 6mm ജസ്റ്റ് 6mm ഇതിനൊരു തിക്നെസ് ഉണ്ട്. ഡബിൾ ലെയറിലാണ് ചെയ്തേക്കുന്നത്. ട്രിവാൻഡ്രത്ത് നമ്മുടെ ദീപ പ്ലാസ്റ്റിക്സിലാണ് നമ്മളിത് ചെയ്തത്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടുണ്ട് അവിടെ പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. പുള്ളിക്കാരൻ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ അതനുസരിച്ച് നല്ല റേറ്റും വരും. ഈ ഒരു ഫ്രണ്ട് പാനൽ ചെയ്യുന്നതിന് ശേഷം 1800 രൂപയോളം പുള്ളിക്കാരൻ അവിടെ നമ്മുടെ നിന്ന് മേടിക്കുന്നുണ്ട്. ഇതിപ്പം സ്ക്രൂ എല്ലാം പുള്ളി തന്നെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് തരും. നമുക്കിവിടെ കൊണ്ടുവന്ന് ബോർഡ് എടുത്ത് സെറ്റ് ചെയ്താൽ മാത്രം മതി. യാതൊരു വിധത്തിലുള്ള എക്സ്ട്രാ പണികളും നമ്മളിതിനകത്ത് ചെയ്യേണ്ട. നല്ല വർക്കാണ്, പക്ഷേ വർക്കിനകത്ത് വിലയും പുള്ളി വാങ്ങുന്നുണ്ട്. ഇത് നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. പുള്ളി ചെയ്യുന്ന എല്ലാ വർക്കിനും നല്ല ഫിനിഷിംഗ് ഉണ്ട്. ലെറ്ററിങ് ആയാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ആളാണ് പുള്ളി.
അപ്പോൾ എന്തായാലും ഈ ഇങ്ങനെ ഒരു പാനൽ ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്, ഇത് കാണാൻ നമുക്ക് ഈസി ടു യൂസുമാണ്. ഇതിൻ്റെ ബാക്ക് പാനലിൽ ആംപ്ലിഫയറിൻ്റെ ബാക്ക് നമ്മൾ പാനൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും ഇത് കണക്ക് തന്നെ നമ്മളൊരു 3mm ഷീറ്റിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്, ക്ലോസ് ഫിനിഷിലാണ് ചെയ്തേക്കുന്നത്. പവർ കോഡ്, അതുപോലെ തന്നെ സ്വിച്ച്, ഫ്യൂസ്, പിന്നെ സബ് ഔട്ട്, പിന്നെ ഓരോന്നിനുള്ള സ്പീക്കർ സോക്കറ്റ്, പിന്നെ നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ ബാക്ക് പാനൽ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് എല്ലാം കട്ട് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളതിൻ്റെ ക്യാബിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്താൽ മാത്രം മതി. സോ ഈസി ടു യൂസ് ആണ്. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നോബ്. 45mm വീതിയുള്ളൊരു നോബാണ് എടുത്തിരിക്കുന്നത്. 2 നോബുണ്ട്. നമുക്ക് ഒരെണ്ണം റൊട്ടേറ്ററി എൻകോഡറിനും ഒരെണ്ണം സബിൻ്റെ വോളിയത്തിനുമായിട്ടാണ് 2 നോബ് എടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള 2 നോബാണ്. ABS ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. ABS ബേസ്ഡ് നോബാണ്. നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനൽ ഇത് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു ലുക്ക്. ഇത് G-Tech ഓഡിയോസിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അതുപോലെ തന്നെ AliExpress നിന്ന് വാങ്ങാവുന്നതാണ്. ഏകദേശം ഒരു 75 to 80 റുപ്പീസാണ് ഈ ഒരു നോബിന് വരുന്നത്. ഈ ഒരു നോബ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമ്മളൊരു വോളിയം കൺട്രോൾ എടുക്കുക. വോളിയം കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ സബിൻ്റെ വോളിയം കൺട്രോളാണ്. ഒരു 47K ഡ്യുവൽ ആണ് എടുത്തിരിക്കുന്നത്. സിംഗിൾ മതി. മറ്റേ നമുക്ക് റൊട്ടേറ്ററി എൻകോഡർ വരുന്നുണ്ട്. ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് സബ് ഊഫറിൻ്റെ. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് എൻ്റെ സ്പീക്കർ സോക്കറ്റിലേക്ക് പോകാം. നമ്മൾ സ്പീക്കറിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2-വേയും അതുപോലെ തന്നെ 4-വേയും സ്പീക്കർ സോക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ മോണോ സെൻട്രൽ ചാനലിന് വേണ്ടിയുള്ള സ്പീക്കർ സോക്കറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് FL-FR SL-SRന് വേണ്ടിയിട്ടുള്ള സ്പീക്കർ സോക്കറ്റ്സ് ആണ്. 2 മതി, 3 ആവശ്യതയില്ല. പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് ബനാന സോക്കറ്റ്സ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സോക്കറ്റാണ്. നമ്മളിതിന് മുമ്പേ ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 3 ഹൈ വാട്ട്സ് ഔട്ട്പുട്ട് തരുന്നതാണ് നമ്മൾ ബനാന സോക്കറ്റ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നോർമൽ സോക്കറ്റ് മതി. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫീറ്റ് എന്ന് പറയുന്നത്. ഗോൾഡൻ കളർ ഫീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് AliExpress നിന്ന് മേടിക്കാൻ കിട്ടും. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു AVRൻ്റെ ലുക്ക് നമുക്ക് ഈ ഒരു ആമ്പിന് കിട്ടും. അടുത്തായി നമുക്കിൻ്റെ വയേഴ്സ് എടുക്കാം. വയേഴ്സ് ഇവിടെ ഒരെണ്ണം എടുത്തിരിക്കുന്നത് നമ്മുടെ റിബൺ വയറാണ്. അധികം പവർ ഹാൻഡിൽ ചെയ്യുന്ന സപ്ലൈക്കൊന്നും റിബൺ വയർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ലൈറ്റ്, ഫാന്, അതുപോലെ തന്നെ റിമോട്ട് കിറ്റിൻ്റെ പവർ സപ്ലൈ, അങ്ങനെ ചില കാര്യങ്ങൾക്ക് ഇൻപുട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റിബൺ വയർ യൂസ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല ഗേജുള്ള വയറാണ്. കാണുമ്പോൾ കനം കുറവാണെങ്കിലും നല്ല ഗേജുള്ള വയറാണ്. നിങ്ങൾക്ക് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷനിലുണ്ട്. പിന്നെ അതിൽ നിന്ന് ഔട്ടിനേക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യാം. സബിനൊക്കെ വേണ്ടിയിട്ട് 1 സ്ക്വയർ വയർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ആക്സസറീസിലേക്ക് പോകാം. നമ്മൾ 2 ഫാൻ എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് ഫാനാണ് 12 വോൾട്ടിൽ റൺ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫാൻ എടുക്കുക നോക്കുക. ഏകദേശം 70 റുപ്പീസൊക്കെ വരുന്ന ഫാനും കിട്ടും. 50 റുപ്പീസും 45 റുപ്പീസും വരുന്ന ഫാൻ എടുത്താൽ ചിലപ്പോൾ നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റോൺ പ്രോ എന്നൊക്കെ പറഞ്ഞൊരു ഫാൻ വരുന്നുണ്ട്. അത് മിക്കവാറും നമ്മൾ ആ ഒരു ഫാൻ ഓൺ ചെയ്യുമ്പോഴേ ആംപ്ലിഫയർ അത് നോയ്സ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫാൻസ് മേടിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ഗ്രില്ല് എടുത്തിട്ടുള്ളൂ. ഒരു ഗ്രില്ല് നമുക്ക് നമ്മുടെ പാനലിൽ തന്നെ വരുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സ്പേസറും നട്ടും ബോൾട്ടും സ്ക്രൂവും എല്ലാം വരുന്ന ഒരു പാക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു നട്ടും ബോൾട്ടും മാത്രം വരുന്ന പാക്ക്, ഇത് നല്ല ഒരു സംഗതിയാണ്. ഏകദേശം 50 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇഷ്ടംപോലെ നട്ടും ബോൾട്ടും കിട്ടുന്നതാണ്. നമുക്കിത് ഒരുപാട് യൂസ് ഉള്ളതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്ലൂവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആംപ്ലിഫയർ ഫസ്റ്റ് പാർട്ട് അസംബ്ലിങ്ങിൻ്റെ പാർട്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഗ്ലൂസാണ് മേടിക്കേണ്ടത്, എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.